CPM എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ വിമർശനങ്ങൾക്ക് വേദിയാകുമോ എന്ന ആശങ്കയിൽ ജില്ലാ നേതൃത്വം. ഈ മാസം 25-നാണ് ജില്ലാ സമ്മേളനം ആരംഭിക്കുന്നത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നേരിട്ട ദയനീയ പരാജയം പാർട്ടി നേതൃത്വത്തിന്റെ വീഴ്ചയായാണ് പാർട്ടിയിൽ ഒരു വിഭാഗം വിലയിരുത്തുന്നത്. ഇതേസമയം തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് ആലപ്പുഴയിൽ നടത്തിയ പോലൊരു വിമർശനം കൊച്ചിയിൽ പാർട്ടി സംസ്ഥാന നേതൃത്വം നടത്തില്ലെന്ന പ്രതീക്ഷയിലാണ് ജില്ലാ നേതൃത്വം. എറണാകുളത്ത് CPM സംവിധാനം പൂർണ്ണമായി ഔദ്യോഗിക പക്ഷത്തിന്റെ പരിധിയിൽ നിൽക്കെ CPM ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികളും ഉപരി കമ്മിറ്റി അംഗങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെടേണ്ട സംഘടനാ വിഷയങ്ങളടക്കം ചർച്ചയാകുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ഫലവും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ ദയനീയ പരാജയവും സമ്മേളനത്തിൽ പാർട്ടി നേതൃത്വത്തിനെതിരായ വിമർശന ശരങ്ങളാകാനുള്ള സാധ്യതകളെ പാർട്ടി നേതൃത്വം കാണുന്നത് ഭയാശങ്കകളോടെയാണ്. ചില നേതാക്കളുടെ സ്വത്ത് സമ്പാദനമടക്കം ചർച്ച ചെയ്യാൻ സമ്മേളന പ്രതിനിധികൾ തയ്യാറാകുമോ എന്നതും കണ്ടറിയേണ്ടതുണ്ട്. മുഖ്യമന്ത്രി ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ വോട്ട് ചോർച്ച സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് തേടിയിരുന്നു. എന്നാൽ ഈ സമീപനം എറണാകുളത്ത് സ്വീകരിക്കുമോ എന്നും ഉറ്റുനോക്കപ്പെടുന്നു. ഇതേസമയം ലോക്കൽ സമ്മേളനങ്ങൾ വരെ നടപ്പാക്കിയ അച്ചടക്ക നടപടി ആവർത്തിക്കുമെന്ന ഭീഷണിയോടെ ഏരിയ സമ്മേളനങ്ങളിൽ വിമർശകരെ നിശബ്ദരാക്കിയിരുന്നു. ജില്ലാ സമ്മേളനത്തിൽ ഇത് സാധ്യമാകുമോ എന്നതും ജില്ലാ നേതൃത്വത്തെ അസ്വസ്ഥരാക്കുന്നുണ്ട്. ഇതേസമയം ജില്ലാ സെക്രട്ടറി CN മോഹന് ഒരവസരം കൂടി നൽകാനാണ് സാധ്യത. ജില്ലാ സെക്രട്ടറി സ്വയം മാറിയാൽ കോതമംഗലത്ത് നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗം S സതീഷാകും പരിഗണിക്കപ്പെടുക. 41 അംഗ ജില്ലാ കമ്മിറ്റിയിൽ നിലവിൽ ഒരു ഒഴിവ് മാത്രമാണ് ഉള്ളത്. പുതിയ 6 ഏരിയ സെക്രട്ടറിമാരെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുമോ എന്നതിലടക്കം ധാരണയായിട്ടില്ല. ജില്ലാ സെക്രട്ടേറിയറ്റ് രൂപീകരണം സംസ്ഥാന സമ്മേളനത്തിന് ശേഷമേ ഉണ്ടാകൂ. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.